കൽപ്പറ്റ പടിഞ്ഞാർത്തറ റോഡിൽ പിണങ്ങോട് ടൗണിനോട് ചേർന്ന് 1 ഏക്കർ സ്ഥലത്താണ് സൂര്യകാന്തി പൂക്കൾ വിടർന്നു നിൽക്കുന്നത്. കർഷകരെ സഹായിക്കുക, ടൂറിസം പ്രമോഷൻ എന്നിവ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചാണ് കൃഷി ആരംഭിച്ചത്. ആദ്യ കൃഷിയാവട്ടെ പരിപൂർണ വിജയം നേടി. വർണ്ണവിസ്മയം തീർത്തു നിൽക്കുന്ന സൂര്യകാന്തി കാണാൻ നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമെല്ലാം കണ്ടപ്പോൾ നല്ല ചെടികളെല്ലാം കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ട് ഇതെല്ലാം കണ്ടതാണ്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട് എല്ലാവരും കൂടി വന്ന് കണ്ടതിൽ. ബാണാസുര സാഗറിലേക്കുള്ള പ്രധാന റോഡായതിനാൽ തന്നെ സഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാണ് ഇവിടം. കൾട്ടിവേറ്റ് ഒന്നും ചെയ്യാതെ ഫാലോറ്റ് ഇട്ടിരിക്കുന്ന ലാൻഡായിരുന്നു. അപ്പോൾ നമുക്കൊരു ആശയം തോന്നി ഇവിടെ ഒരു ഫാം ടൂറിസമായി എന്തുകൊണ്ട് ഈ ഭൂമിയെ മാറ്റിക്കൂടാന്ന്. അങ്ങനെയാണ് നമ്മൾ കർഷകരെ സംഘടിപ്പിച്ചു, അതുപോലെ തന്നെ വിത്തുകൾ സംഘടിപ്പിച്ചു. ഇവിടെ ഒരു സൂര്യകാന്തി പാടവും അതോടൊപ്പം തന്നെ ചെണ്ടുമല്ലി. ഇപ്പം 2 രീതിയിൽ നോക്കാം. ഒന്ന് സന്ദർശകരെ ഒരു ടിക്കറ്റ് മുഖേന ആൾക്കാരെ കയറ്റി കർഷകർക്ക് ഒരു വരുമാനം കിട്ടുന്ന പോലെ, വെയിലായിക്കഴിഞ്ഞാൽ നമ്മളതിനെ വിത്ത് എടുത്ത് നമ്മളത് ഓയിൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഉപയോഗത്തിലേക്ക് മാറ്റും. പൊഴുതന പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 10ാം വാർഡിൽ പ്രധാന റോഡിനോട് ചേർന്നാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. കൃഷിഭവൻ, കുടുംബശ്രീ, ഹരിത കർമ്മസേന എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഇവിടം പരിപാലിച്ചു പോരുന്നത്. ഒരുപാട് ആളുകൾ കൃഷി ഈ സ്ഥലം കാണാൻ വരികയും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓണച്ചന്തയിൽ നമ്മൾ ഈ പൂ വിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല എന്നൂർ പോലെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ പഞ്ചായത്തിലെ പച്ചത്തുരത്തിലെ ഈ പൂന്തോട്ടത്തിൽ നിന്ന് പൂ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മാലിന്യ കൂമ്പാരമായിരുന്ന സ്ഥലമാണ് പഞ്ചായത്തും നാട്ടുകാരുമെല്ലാം ചേർന്ന് ശുചീകരിച്ച് പച്ചത്തുരുത്താക്കി മാറ്റിയത്. ഇവിടെയാണിപ്പോൾ ചെണ്ടുമല്ലി പൂത്തു നിൽക്കുന്നത്. വയനാട്ടിൽ ഇപ്പോഴും പൂപ്പാടങ്ങൾ സജീവമാണ്. ഇനിയും പാടങ്ങൾ കാണാത്തവർ പിണങ്ങോടിലേക്കും പൊഴുതനിലേക്കും ഒന്ന് വന്നാൽ മതി. ക്യാമറ പേഴ്സൺ ബബീഷ് കക്കോടിക്കൊപ്പം ഫൈസ് നെടുമ്പാല, മീഡിയ 1 വയനാട്.